ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിച്ചുകുടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ റിച്ചു നല്ല ഉറക്കത്തിലാണ്. കാരണം 2 ദിവസം കൊണ്ട് റിച്ചുവിന് വയ്യ. ആ ഒരു ക്ഷീണം കൊണ്ട് റിച്ചു കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യം എഴുന്നേൽക്കുന്നത് റിച്ചു ആണ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പോയി ദേ അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റിച്ചു എഴുന്നേറ്റു. ആദ്യം വന്നത് അവൻ്റെ വണ്ടിയുടെ അടുത്തായിരുന്നു കേട്ടോ. അതിലിരുന്ന് കളിക്കുന്ന തക്കം നോക്കി ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തു. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി ഇതേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. ഞങ്ങൾ പോയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായിരുന്നു. അവിടെ ചെന്ന് ഉണ്ണിയപ്പമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവിടെ ഉദയാസ്തമന പൂജ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി. ഇറങ്ങിയതിന് ശേഷം അവിടെ അടുത്തൊരു കടയിൽ കയറി റിച്ചുവിന് ഒരു ഹെലികോപ്റ്ററൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ചു നേരം റിച്ചുവായിട്ട് കളിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് ഇറങ്ങി. അതായത് ആദ്യം ഈ ഒരു ചോക്ലേറ്റിൽ നമ്മൾ റിച്ചുവിൻ്റെ ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്യണം. കാരണം വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ റിച്ചു അവിടെ നിന്ന് കാറിൽ നിന്ന് കളിക്കുന്നുണ്ട്. അച്ഛനും ലച്ചും കൂടെ ആയിരുന്നു എന്നെ സഹായിക്കാൻ കൂടെ വന്നത് കേട്ടോ. അപ്പോൾ അച്ഛനും ലച്ചും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ചു. ഞാൻ മുട്ടായി സെറ്റ് ചെയ്യും ഈ ബാക്കി പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ ഏട്ടൻ ഇല്ലായിരുന്നു. ഏട്ടൻ വന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ പുറത്ത് പോയിരിക്കുവായിരുന്നു. അപ്പോൾ ഞാനിവിടെ എടുത്തത് കൊക്കോമെലൻ്റെ തീമായിരുന്നു. കാത്തുവിൻ്റെ തീമായിരുന്നു ആദ്യം ചെയ്യാറുള്ളത്. നോക്കിയപ്പം അവന് കാത്തുവിനോട് ഇപ്പോൾ വലിയ പ്രിയയില്ല. കൊക്കോമെലൺ ആയിരുന്നു. അങ്ങനെ കൊക്കോമെലൻ്റെ തീമിലാണ് നമ്മളെല്ലാം ചെയ്തത്. ഏട്ടൻ വന്നതിന് ശേഷമായിരുന്നു കേട്ടോ ആ ഒരു ബലൂൺ ആർച്ചൊക്കെ ചെയ്തത്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെ പരിപാടിയെല്ലാം അതായത് നമ്മുടെ ഒരു ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങി. അങ്ങനെ വൈകിട്ടായി ദേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കൊടുത്തത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ഒരു ചേച്ചിയുടെ ഇൻസ്റ്റാ ഐഡി ഞാനിതിൽ മെൻഷൻ ചെയ്യാം. ആ ചേച്ചിയുടെ കയ്യിലാണ് ഞങ്ങൾ കേക്ക് കൊടുത്തത്. ഞാൻ കൊടുത്ത അതേപോലെ തന്നെ എനിക്ക് കേക്ക് സെറ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് കേക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ആ ഒരു കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ അതിലെ റെയിൻബോയും ബലൂണൊക്കെ എടുക്കാൻ പോകുന്നു. പയ്യെ ഞാൻ മാറ്റി ഇപ്പുറത്തെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയ്ക്ക് നല്ല രീതിയിൽ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമെന്ന്. കാരണം എന്താണ് നമ്മുടെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരും നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽ. അങ്ങനെ എനിക്ക് അതിൻ്റെ ഇടയിലുള്ള ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ദേ ഇതൊക്കെ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.